ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫൈറ്റർ കൂട്ടിനെ കണ്ടു. ഫൈറ്റർ കൂട്ട കണ്ട. അപ്പോൾ ഞാൻ രാവിലെ ചോറൊക്കെ കഴിച്ചു. ചോറ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ അതുകൊണ്ട് ഞാനും ജാനൂസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ചോറുണ്ട്, കോവയ്ക്ക മെഴുക്കുണ്ട്. ഞാൻ മീനൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നൊരു ചൂട് തീയൽ വെച്ച് കേട്ടോ. തീയൽ എന്ന് തന്നെയാണോ നിങ്ങളവിടെയൊക്കെ പറയുന്നത്? മറ്റേ വഴുതണ ഇട്ടിട്ടൊരു തീയൽ വെച്ചു. രാവിലെ എനിക്കും ധ്യാനൂസിനും വേണ്ടിയിട്ട് നല്ല നെയ് റോസ്റ്റ് കണ്ടോ, മുരിഞ്ഞ നെയ് റോസ്റ്റ്. എനിക്കൊന്ന് ധ്യാനൂസിനൊന്ന് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തീയലും കൂട്ടിയാണ് കഴിക്കാൻ പോകണം രാവിലെ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് വഴിയെ കാണിക്കാം. അപ്പോൾ എൻ്റെ കുട്ടി പരീക്ഷയ്ക്ക് പോവുകയാണ് ഗൈസ്. പരീക്ഷയ്ക്ക് മലയാളം നല്ല സൂപ്പർ ആണോ? നോക്കാമെന്ന് വേണ്ട. അങ്ങനെ ധ്യാനൂസിന്റെ സ്കൂളിൽ പറഞ്ഞു വിട്ട ശേഷം ഞാൻ തിരിച്ചു വന്ന് തൂക്കാനൊക്കെ ഉണ്ടാകാം. ആകമൊക്കെ തൂത്ത ശേഷം 10 മണിയായിട്ട് 10 മണിയായപ്പോൾ ഭയങ്കര ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ക് ചൂടില്ല കൈസ്. അകത്ത് തന്നെ ഇരുന്നിട്ട് തന്നെ വയ്യ. ഞാൻ അങ്ങനെ തറയിലിരിക്കുന്നത്. തറയിലിരുന്നില്ലെങ്കിൽ ഭയങ്കര ചൂട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 12-20 ആയപ്പോഴത്തേക്ക് ധ്യാനസിനെ വിളിക്കാൻ പോകുന്നപ്പോൾ കണ്ടിട്ട് അപ്പോഴും വീണ്ടും കുടയും പിടിച്ച് കഴിഞ്ഞുള്ളൂ ഗൈസ്. പക്ഷേ ജയിക്കാൻ ചാൻസ് ഉണ്ട്, ചിലവ് നോക്കാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള എൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള എൻ്റെ കൊച്ചിൻ്റെ ഒരു ആൻസറാണ്. നിങ്ങൾ കേൾക്കണം. ജയിക്കൂടാ ചിലപ്പം തോക്കാൻ ചാൻസ്. തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാനുമില്ല, ഗേറ്റിൻ്റെ അകത്ത് നടക്കും. ഗേറ്റിൻ്റെ വെളിയിലായിരിക്കും. എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പോലും അവന് ഓർമ്മയില്ല. അത്ര വിവരണോ. രാജകുമാരിന്ന് മീനിപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. ധ്യാനസ് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നു. അപ്പോൾ ഇതും കൂടെ ഞാൻ വിചാരിച്ചൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഒരു 3 മീൻ ഫ്രൈ കൂടെ കൂട്ടി ചിക്കൻ അടിക്കാം. ഇല്ല, അപ്പോൾ ഞാനും ധ്യാനസും ചോറ് ഇത് മൊത്തത്തിലൊരു കൊളാബളം ആയ കണക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. കാരണം തീയലും മോരുകറിയും കൂടെ ഒഴിച്ചു കേട്ടോ. ഇന്നലത്തെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടായിരുന്നു. ഞാൻ അതും കൂടെ എടുത്ത് ഒഴിച്ച് തീയലും കൂടെ സൈഡിൽ ഒഴിച്ചപ്പോൾ ഫുള്ളങ്ങ് മിക്സായി. പക്ഷെ നല്ല ടേസ്റ്റാണ് തിന്നെ. ഞാൻ ചോറ് കുറച്ചും നമ്മുടെ ഈ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറി, ഈ ഐറ്റംസൊക്കെ കൊണ്ട് ഞാൻ ഉള്ളതൊക്കെ എടുക്കും. 2 പൊരിച്ച മീൻ നിങ്ങൾ നോക്കുന്ന 2 കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പകുതി ധ്യാനൂസിന് ഇപ്പോൾ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതെനിക്കുള്ള ചോറ്, ഇത് ധ്യാനൂസിൻ്റെ ചോറ്. അവന് ഞാൻ കുറച്ചേ ഒഴിച്ചു. അവന് എല്ലാം കൂടെ കുളകുളായ അവന് ഇഷ്ടമല്ല. ഞാൻ പിന്നെ എനിക്ക് ആ കാര്യമായിട്ട് അങ്ങ് ഒഴിച്ചതാണ് കേട്ടോ. തയ്യാറായി ഇരിക്കുകയാണ്. ചൂട് കാരണം പുറത്തിറങ്ങാൻ വയ്യ കേട്ടാ. ഞാൻ കൂടെ നമ്മൾ ചൂട് സമയത്ത് കൂടെ മുഖം കഴുകണം. ഞാൻ കൂടെ മുഖം കഴുകി ഇരിക്കുകയാണ്. ഞാനിനി വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പം ഞാൻ ചോറ് കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും കുടയും പിടിച്ച് പോവുകയാണ്. ഞാൻ ഉച്ചക്കിടന്ന് പറയും കുടയും പിടിച്ച് പോകണം ട്യൂഷൻ ഉണ്ടാക്കാൻ. എൻ്റെ അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ദുഃഖം ഇതാണ് കേട്ടോ. അപ്പോൾ സമയം ഇവരുടെ കാറിൽ നിന്ന് പറഞ്ഞതാണ് വിചാരിച്ച് കൊണ്ടാക്കേണ്ടത്. അവിടം വരെ നടന്നു. ഹലോ. അപ്പോൾ ട്യൂഷന് സ്കൂളിൻ്റെ അവിടെ കൊണ്ടാക്കി സമയം കൊണ്ടുപോയിക്കോളും അങ്ങോട്ട്. അങ്ങനെ കൊണ്ടാക്കിയിട്ട് വന്ന് അവൻ്റെ അച്ഛൻ ഇല്ലാത്തൊരു ഈ ഒരു കാര്യത്തിലാണ് പെട്ടുപോയത്. അങ്ങോട്ടും ഇങ്ങോട്ടും വെയിലത്ത് കൊണ്ടാക്കണം, കൊണ്ടുവരണം, വിളിക്കാൻ പോകണം. മറ്റാണെങ്കിൽ ബൈക്കിൽ പെട്ടെന്ന് പോയിട്ട് വരും. എപ്പോഴെപ്പോഴും കാർ എടുത്ത് പോകാമെന്ന് കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു. ചിലപ്പോൾ വെയിലത്താണ് വലിയ പാട് കേട്ടോ. കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ വിയർത്ത്. ഞാൻ വരുമ്പോൾ ഇത് മുഖം കഴുകിയിട്ട് വന്ന് ഇനി ചായ എന്നിട്ട് കുടിക്കാമെന്ന് വെച്ച്. എന്നായാലും ചൂട് ചായ കുടിക്കാം. ഞാനപ്പോൾ ചായ ഇട്ടു. സാധാരണ ഞാൻ ടിന്നോടിയാണ് വരാറ്. എന്നും തുറ്റിയാണ് ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് അത് കുറച്ച് സ്നാക്സ് എടുത്ത് വന്നു. ഞാൻ മറന്നുപോകുന്ന കേസ്. നമ്മുടെ ലിയോ ആണ് അവിടെ തന്നെ. കാണാൻ വയ്യല്ലേ? ബാക്ക് ക്യാമറ ഭയങ്കര വെട്ടമായിട്ടാണ് കാണാൻ വയ്യ. കണ്ട ടിന്ന് ഞാൻ ചായ ഇട്ട് ടിന്ന് തുറക്കണ സമയം അവനറിയാം. അവിടെ നിൽക്കുക. അവൻ എന്തെങ്കിലും ഒരു സാധനം ഞാൻ കൊടുക്കും കേട്ടോ. എന്നും ഇരിക്കുക. അവിടെ ഇരിക്കടാ. ഇരുന്നാലേ തരുള്ളൂ. ഇരിക്കേ. എന്നാ പാടില്ല, തരൂല. ഞാനറിയാം തിന്നാവളം എന്തിനായിട്ട് കയ്യിലൂടെ പിടിക്കരുത്. മുടാന്ന് തുടങ്ങി തിന്നോളും. എൻ്റെ കയ്യിൽ നിന്ന് തറ വീണോയതാ. ഇപ്പോൾ കിടന്നോ? ഇത്രയൊന്നും പോരാ അശാന്, കുറച്ചുകൂടെ കിട്ടണമെന്നുണ്ട്. ഇപ്പോൾ കിട മതി. അപ്പോൾ ഇനി ഇച്ചിരി ഒരു ഫാൻ വിട്ടിരുന്ന് ചൂട് ചായ കുടിക്കാൻ വെളിയിരുന്ന് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ വെളിയിൽ കുടിക്കില്ല. അവൻ അവിടെ കെട്ടിയതുകൊണ്ട് അവൻ അവിടെ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കും ഗൈസ്. അത് കാണുമ്പോൾ എനിക്കൊരു ഇഷ്ടമുണ്ട്. കൊടുക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ അവിടെ പോയി കഴിക്കാതിരിക്കാനേ പറ്റുള്ളൂ.
അതുകൊണ്ട് ഞാനിപ്പോൾ അകത്തിരുന്നിട്ട് ചായ കുടിക്കും. അവിടെ കെട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വെളിയിൽ പോയിരിക്കും. വെളിയിൽ ഇരുന്നാൽ കുടിക്കാൻ എനിക്ക് ഇഷ്ടം. പിന്നെ ഞാൻ നേരെ ദിയ ചേച്ചി വീട്ടിലോട്ട് പോകേണ്ട. ജയ ചേച്ചി എനിക്ക് കുറച്ച് ദിവസം മുന്നേ പായസം കൊണ്ടുവന്ന പാത്രം ഇവിടെ തന്നെ ഇരിക്കും, അത് കൊണ്ട് കൊടുക്കേണ്ട കൂട്ടത്തിൽ കുറച്ച് പഴുത്ത സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി താഴെ പോയി അമ്മമ്മ എടുത്ത കഥയൊക്കെ പറഞ്ഞ് കുറച്ച് പഴമൊക്കെ കിട്ടി, അതും കൊണ്ട് പോയപ്പോൾ അവ അവിടെ കിടന്ന് വിളിച്ച് പൊടിക്കണം. അയ്യോ, ഞാൻ പിന്നെ കയറി വന്നു. അവൻ ഞാൻ ചേട്ടാ പോയ ശേഷം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി അപ്പോഴേ കിടന്ന് വിളിയും ബഹളവും കാണാതിരിക്കുമ്പോൾ കിടന്ന് വിളിക്കുന്നില്ലയോ സ്നേഹം. ഞാനും ട്യൂഷന് പോയേക്കാണ് കേട്ടാ. എന്തിരിക്കണം നോക്കി നിൽക്കുക. എന്തിനാ വിളിക്കണത്? എന്തിനു വിളിക്കണം? തുറന്നു കേട്ടാ. ഓഹോ, അവനാണ് നമ്മുടെ ഇരി. എവിടാ ഇരുന്നാലും തുറന്നുവിടും. ഇരി, തുറന്നു കേട്ടാ. തുറക്കട്ടെ. പോ അപ്പുറത്തോ ശുശൊക്കെ വെച്ചിട്ടോ പോടാ. എന്താണ് തൂത്തോണ്ട് ഇവിടെ എത്ര ചവറകയുള്ളൂ, ഞാൻ ഒന്നും തൂക്കൂല, എനിക്ക് വയ്യ. ഭയങ്കര ചൂടും വെയിലും. ഇവിടെ കിടന്ന് ചെടിക്കത്തി വെള്ളമൊക്കെ ഒഴിക്കണം. പോടാ അപ്പുറത്ത് പോയി ശുശൊക്കെ വെച്ചിട്ടാ. പോ ഇനി ഇച്ചിരി നേരം വെള്ളമൊക്കെ ഒഴിക്കട്ടെ. ചെടികളൊക്കെ വാടി തുടങ്ങി കിടക്കുന്നു ഗൈസ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ധ്യാനൂസ് വരും കേട്ടോ. തുറന്നു വിടാൻ പറ്റില്ല, സപ്പോർട്ട അതും ഇതും ഒക്കെ എടുത്ത് ഈറ്റിയാണ്, അതുകൊണ്ട് നിവർത്തിയില്ലേ. തീർന്നാ? വെള്ളം ഒഴിക്കാൻ പോ, നമുക്ക് പോ, വെള്ളം ഒഴിക്കാൻ പോ. അടി വാങ്ങി തുറന്ന് കയറിയ കമ്പ് ഇവിടെ ആ കമ്പ്. അപ്പോൾ ധ്യാനൂസ് വന്നില്ല, അവിടെ എഴുന്നള്ളതുകൊണ്ട് ഇന്ന് ലേറ്റാവും. കുരയ്ക്കണം, കാക്കയെ കണ്ടിക്ക് കുരയ്ക്കുന്ന പറയണം. ഞാനപ്പോൾ ഇളക്കൊക്കെ കത്തിച്ച് ലൈറ്റൊക്കെ ഇട്ട് ഇവനെ കാരണം നിവർത്തിയില്ല. കുമിഞ്ചാകുമ്പോൾ വയ്ക്കാൻ വെച്ച് ഗൈസ്. അപ്പം അവരെ എഴുതാളത്തൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. എൻ്റെ പുതിയ ഫിഷ് ടാങ്ക് കണ്ടു ഗൈസ്. അങ്ങനെ ട്യൂഷന് വരുന്നതിന് വിളിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഇരുട്ടായി. നിൽക്കുന്ന സ്ഥലമൊക്കെ നല്ല ഇരുട്ട്, റോട്ടിൽ മാത്രമേ ഇത് വെട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ വീട്ടിൽ ചേച്ചി ലൈറ്റ് ഇട്ടിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ മുഖത്ത് വെട്ടോടിക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ധ്യാനൂസ് വന്നു. ഹലോ ഗായ്സ്, അപ്പം ഞാൻ രാവിലെ തന്നെ പറഞ്ഞു നമുക്ക് രാത്രി ദോശയാണ് കേട്ടോ. ചോറുണ്ടായിരുന്നു, എന്നാലും നമ്മൾ ദോശ കഴിക്കാൻ വെച്ച് ഞാനും ധ്യാനൂസുല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ ദോശ തൊട്ട് ചട്ടി അങ്ങനെ വെച്ച്, കാരണം കൂടെ നമ്മൾ നോൺ സ്റ്റിക്ക് കഴുകാൻ പാടില്ല. രാവിലെ ചുട്ട രാത്രി കൂടെ ചുടണം എന്ന് താല്പര്യമുള്ളവർ കഴുകാൻ വെച്ചില്ല. ഇതൊക്കെ ചൂടാൻ ഞാൻ മാവ് എടുത്തിട്ട് വരട്ടെ. അപ്പം ചട്ടി നല്ല ചൂടായ ശേഷം മാവ് ഒഴിക്കാം കേട്ടോ. ഈ ഒരു സൗണ്ട് കേൾക്കാം. ഞാൻ 2 കണ്ടി മാവ് ഒഴിക്കുള്ളൂ കേട്ടോ. അതൊക്കെ നല്ല നൈസായിട്ട് പരത്തുന്നു. കണ്ടോ എൻ്റെ ദോശ? ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് വയ്ക്കും, നെയ്യ് റോസ്റ്റ്. നല്ല മൊരിഞ്ഞ് വരും കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ നെയ്യ് തീരാറായി ഗൈസ്. കുറച്ച് നെയ്യ് വാങ്ങിക്കണം, സാധനമൊക്കെ തീരാറായി, എല്ലാം വാങ്ങിക്കണം. ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ടേ കട്ടിയായിരിക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ എല്ലായിടത്തും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ പ്ലെയിൻ ദോശ തിന്നേക്കാളും കുറച്ച് നെയ്യ് ചേർത്ത് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നെയ്യ് റോസ്റ്റ്. ഞാൻ മസാല ദോശയെക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നെയ്യ് റോസ്റ്റാണ് കേട്ടോ. ഇവിടെ പോയി പേപ്പർ റോസ്റ്റും പ്രിഫർ ചെയ്യും, കാരണം അതും കുറച്ച് നെയ്യ് ഒഴിച്ചാണ് വരുന്നത്. ഇത്ര മതി. ഈ നല്ല മൊരി കണ്ടുപോലെ ദോശ ഇത്ര ഒഴിച്ചിട്ടുള്ള കേട്ടോ. പക്ഷെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിടത്തില്ല, നെയ്യ് റോസ്റ്റ് തിരിച്ചിടത്തില്ല കേട്ടോ. ഞാൻ പതുക്കെ നൈസിൽ ഇങ്ങനെ മടക്കിയെടുക്കും. കണ്ടു ഇത് നെയ്യ് റോസ്റ്റ് 2-3 എണ്ണം ചുടും കേട്ടോ. ഞാൻ ചുടട്ടെ. ഇതിങ്ങനെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ. കേട്ടോ കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെള്ള ചമ്മന്തി കണ്ടു. ഇനി ഞാൻ പറഞ്ഞത് നമ്മളെ
തീയലുണ്ട്, ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീയൽ. അപ്പോൾ ദോശ കാര്യമായിട്ട് 3-4 ഉണ്ടാക്കിയിട്ടുണ്ട്. 4-5 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കൊച്ചിന് രാവിലെ പോളിങ് കുറവാണ്, രാത്രി അവൻ 2 ഒക്കെ തിന്നും. തീയലും ചമ്മന്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ദോശയൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ഇവിടെ തുടങ്ങി കേട്ടോ. തുടച്ച ശേഷമാണ് ഫാനൊക്കെ ഇട്ട് തുടച്ച് വൃത്തിയാക്കിയ ശേഷം പിന്നെ പാത്രമൊക്കെ കഴുകിയ ശേഷമാണ് എൻ്റെ രാത്രിത്തെ അടുക്കള അടയ്ക്കുന്നത്. അപ്പം ഇന്നൊരു ഏകദേശം 7:45-8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. തൂത്ത് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഞാൻ ഇപ്പം ഇറങ്ങും. ഷെയർ ചെയ്യുക, ചാനലമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ, ബൈ ബൈ.